UN-ൽ ഇന്ത്യൻ അംബാസിഡർ പാകിസ്ഥാനെ നല്ല ഒന്നാന്തരം വിരട്ടി അടിച്ചൊതുക്കി ഇരുത്തിയെന്നാണ് കേൾക്കുന്നത്. എന്താണ് സംഭവം? അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തുടർച്ചയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായല്ലോ. അപ്പം ആകെ തകർന്ന് നാണം കെട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ. അപ്പം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പോയി കരഞ്ഞ് കാല് പിടിക്കുകയാണ്, ഇന്ത്യ ഞങ്ങൾക്ക് വെള്ളം തന്നില്ല, ഞങ്ങളുടെ സാധാരണക്കാരെ ഇന്ത്യ ആക്രമിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് UN രക്ഷാസമിതിയിൽ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതായത് നമ്മൾ വെള്ളം തടഞ്ഞു വെച്ചേക്കുകയാണല്ലോ, അപ്പോൾ അത് വലിയൊരു വിഷയമാക്കി ഉന്നയിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: വാട്ടർ ഈസ് ലൈഫ് ആൻഡ് നോട്ട് എ വെപ്പൺ ഫോർ വാർ. അതായത് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ജീവിതമാണ്, ജീവനാണ്, അല്ലാണ്ട് ഒരു യുദ്ധോപകരണമല്ല, അല്ലെങ്കിൽ ഒരു ആയുധമല്ല എന്നാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത്. എന്നാൽ ഇന്ത്യൻ അംബാസിഡർ പർവതനേനി ഹരീഷ് അയാൾ എണ്ണി പറഞ്ഞാണ് പാകിസ്ഥാൻ്റെ ഈ ഇരവാദത്തെ അതിൻ്റെ മുനയൊടിച്ച് കളഞ്ഞത്. അതിൽ പറയുന്ന പ്രധാനമായും ഇന്ത്യ ഉന്നയിച്ചത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. അതുമാത്രമല്ല, ഈ പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് അവർ ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിച്ചതിൻ്റെ അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൂടാണ്ട് 4 പോയിന്റുകൾ നിരത്തിയാണ് ഇന്ത്യ ഇതിനെ, പാകിസ്ഥാൻ്റെ ഈ വാദത്തെ ഖണ്ഡിച്ചത്. അതായത് ആദ്യം പറയുന്നു, ഇന്ത്യ ഹാസ് ഓൾവേസ് ആക്റ്റഡ് ഇൻ എ റെസ്പോൺസിബിൾ മാനർ ആസ് ആൻ അപ്പർ റിപ്പാരിയൻ സ്റ്റേറ്റ്. അതായത് റിപ്പാരിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നദി ഉത്ഭവിക്കുന്നതും അത് ഒഴുകുന്നതുമായി രണ്ട് പ്രദേശമായിരിക്കും. ഈ ഉത്ഭവിക്കുന്ന പ്രദേശം ഉയർന്ന സ്ഥലവും മറ്റ് ഒഴുകുന്നത് താഴ്ന്ന പ്രദേശവുമാണ്. ഇവിടെ ഇന്ത്യ ഈ ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ ഈ അപ്പർ റിപ്പാരിയൻ സ്റ്റേറ്റ് എന്ന നിലയിൽ ഇന്ത്യ വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഏതാണ്ട് 1960 ഏപ്രിൽ 23 ഈ കരാർ നിലവിൽ വന്ന ആ സമയം മുതൽ ഇന്ന് വരെ ആ ഉത്തരവാദിത്വം ഇന്ത്യ കാണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കരാറിൻ്റെ പ്രിയാമ്പിൾ, അതായത് ആമുഖം, അത് അവസാനിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം അതിലൂന്നിയാണ്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനോട് സൗഹൃദപരമായി പെരുമാറുമ്പോഴും പാകിസ്ഥാൻ ഇങ്ങോട്ട് തന്നത് ഭീകരവാദവും ആക്രമണവും ആണ്. അതിൻ്റെ ഫലമായി ഏതാണ്ട് കഴിഞ്ഞ 40 വർഷം മാത്രം 20,000-ഓളം സാധാരണക്കാർ, ഇന്ത്യൻ സൈനികർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഏതാണ്ട് 1000-ഓളം ഭീകരവാദ ആക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൂടാതെ ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദം മാത്രമല്ല ഇന്ത്യ നേരിടുന്ന പ്രശ്നം. അതുമൂലം ഇവർ അവിടുത്തെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നുണ്ട്, അവിടുത്തെ മതമൈത്രിയെ തകർക്കുന്നുണ്ട്, അവിടുത്തെ സാമ്പത്തിക അഭിവൃദ്ധി, അതായത് കാശ്മീർ അടക്കമുള്ള മേഖലയിൽ ഇപ്പോൾ ടൂറിസം രംഗം വളരെ രീതിയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. എന്നാൽ ഈ ആവർത്തിക്കുന്ന ഭീകരവാദ ആക്രമണങ്ങൾ അങ്ങോട്ടേക്ക് ഈ സഞ്ചാരികളെ എത്തിക്കുന്നതിലും തടയും. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ തടയുക എന്നുള്ളതാണ്. അതുകൂടാതെ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രകാരം ഉൾപ്പെട്ടിട്ടുള്ള ഡാമുകൾ പലതും ഇപ്പോൾ ഈ കാലപ്പഴക്കത്താൽ ഉള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ അത് പാകിസ്ഥാനെ അറിയിച്ചിട്ടും അതിന് കാര്യമായ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മിതികൾക്കെല്ലാം തന്നെ സുരക്ഷാ ഭീഷണിയുണ്ട്. അപ്പോൾ അത് കാലപ്പഴക്കം മാത്രമല്ല, ഈ 2012 താൽബുൽ നാവിഗേഷൻ പ്രൊജക്ട് ജമ്മു കാശ്മീരിലെ ഒരു പദ്ധതിയാണ്, ഒരു ജലസംഭരണിയാണ്. അവിടെ ഭീകരാക്രമണം ഉണ്ടായി. അപ്പോൾ ഈ കാലപ്പഴക്കം മാത്രമല്ല വിഷയം, ഇതിൻ്റെ മൊത്തത്തിൽ തകർത്ത് കളയാനുള്ള ശ്രമം പോലും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ ഈ കഴിഞ്ഞ 2 വർഷമായി പാകിസ്ഥാനോട് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഈ 1960 ഉണ്ടായ കരാറാണ്. അപ്പോൾ കാലാനുസൃതമായി അത് പരിഷ്കരിക്കണം എന്ന ആവശ്യം പാകിസ്ഥാനോട് 2 വർഷമായിട്ടും ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ യാതൊരു തരത്തിലും അതിനോട് പ്രതികരിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഈ ജലസംഭരണി ഇന്ത്യയിലാണെങ്കിലും ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഗുണഭോക്താക്കൾ ഏറിയ പങ്കും പാകിസ്ഥാനാണ്. പക്ഷേ ഇന്ത്യയിലെ സാഹചര്യം മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ജനസംഖ്യയിൽ വർധന ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഊർജ ആവശ്യം വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ജലവൈദ്യുത പദ്ധതികൾ അടക്കം ഉള്ള ആവശ്യമുണ്ട്. നമുക്ക് കുടിവെള്ളം ആവശ്യമുണ്ട്. അതുമാത്രമല്ല, കൃഷിക്കും വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം മാറി. അപ്പോൾ അതനുസരിച്ച് ഈ കരാർ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിനും പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ പറയുന്ന ഒരു ഭീകരവാദം നടത്തി ഇവിടുത്തെ സാധാരണ 26 സാധാരണക്കാരെ കൊന്നുകളഞ്ഞ ആ ഒരു നടപടിയെ വെറും വെള്ളത്തിൻ്റെ പ്രശ്നം, അതായത് മാനുഷിക പ്രശ്നം ഉന്നയിക്കുക, അങ്ങനെ ലോക ശ്രദ്ധ കൊണ്ടുവരിക, അങ്ങനെ പാകിസ്ഥാന് അനുകൂലമായ ഒരു അനുഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വ്യഥാശ്രമമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത്. എന്നാൽ ജലബോംബ് എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം, അത് ഇപ്പോൾ പാകിസ്ഥാനെ തിരിഞ്ഞു കുത്തിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആദ്യമേ പറഞ്ഞത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോൾ ജലരൂക്ഷം വലിയ രീതിയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അതിന്റെ പേരിൽ അവിടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വരെ നടക്കുന്നു. സിന്ധ് പ്രവിശ്യയിൽ ആഭ്യന്തരമന്ത്രിയുടെ വീട് ജനങ്ങൾ കത്തിക്കുന്നു. AK-47 ഉപയോഗിച്ച് അവർ ജനങ്ങളെ പോലീസുകാരെയും സൈന്യത്തിനെയും ഒക്കെ അവർ തന്നെ വെടിവെക്കുന്നു. വലിയ രീതിയിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല ഇനി അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അസീം മുനീറിനൊക്കെ ഉയർന്ന പദവിയൊക്കെ കൊടുത്തുകൊണ്ട് ഒരു പട്ടാള അട്ടിമറി വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളൊരു സംശയവും അവിടെ വരുന്നുണ്ട്. ഈ സമയത്താണ് ഒരു തരത്തിലും വെള്ളം വേണമെങ്കിൽ ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയൂ എന്ന് ഇന്ത്യ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയ നമ്മുടെ പ്രതിനിധി സംഘങ്ങൾ ഇത് തന്നെയാണ് ഓരോ രാജ്യങ്ങളിലും ചെന്ന് ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാന് നയതന്ത്രമായ പ്രഹരം ഞങ്ങൾ കൊടുത്തു, അത് വെള്ളം താൽക്കാലികമായി നിർത്തലാക്കിക്കൊണ്ട് അത് ഞങ്ങൾ അവസാനിപ്പിക്കാം. പകരം പാകിസ്ഥാൻ ഇനി ഒരിക്കലും ഇന്ത്യയോട് ഭീകരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യരുത്, ഭീകരവാദികളെ വളർത്തി ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യരുത്. ഈ ഒരു കാര്യത്തിൽ ശക്തമായ നിലപാട് പാകിസ്ഥാൻ എടുത്താൽ ഞങ്ങൾ വെള്ളം തരുന്നതിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ നമ്മുടെ ഒരു വിമാനം കാലാവസ്ഥ ബുദ്ധിമുട്ട് കാരണം പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ പറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് ആകാശച്ചുഴിയിൽ വീണ് അതിന്റെ ആ വിമാനത്തിന്റെ മുൻഭാഗമൊക്കെ വലിയ രീതിയിൽ അപകടത്തിൽപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ നമ്മളെ നിരന്തരം നമുക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യ മാത്രം എന്തിനാണ് ഇന്ത്യയിൽ ഈ ആളുകളെ നിരപരാധികളെ കൊല്ലാനായി പാകിസ്ഥാൻ ആളെ വിടുന്നു എന്നിട്ട് ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തവണയും ഇന്ത്യ ഒരു തിരിച്ചടി സർജിക്കൽ സ്ട്രൈക്ക് നൽകി ഇന്ത്യ ഒതുങ്ങുമെന്ന് പാകിസ്ഥാൻ കരുതി. പക്ഷെ ഇത്തവണ നരേന്ദ്രമോദി കൃത്യമായ നിലപാട് സ്വീകരിച്ചു. നയതന്ത്രപരമായ നീക്കമാണ് ഇത്തവണ ഏറ്റവും ശക്തമായി പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടി എന്നുള്ളതിൽ സംശയമാണ്. ഇനി എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ ഇതിനെ നേരിടാൻ പോകുന്നത്? അതായത് പരമാവധി ഇന്ത്യക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതൊന്നും വിലപ്പോകില്ല. കാരണം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. ഒരു പരിധിവരെ നമ്മൾ പറയുന്നുണ്ട് ജനങ്ങളെ, പാകിസ്ഥാനിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഒരു പരിധിവരെ ഓപ്പറേഷൻ സിന്ദൂർ പോലും ഉണ്ടാകില്ലായിരുന്നു. ഇത്തരത്തിൽ വെള്ളം തടഞ്ഞു വെക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത്. കാര്യം ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് അതിൻ്റെ ഒരു ആദ്യ പടിയെന്ന നിലയിലാണ് ഇത്തരം ഒരു ജലനയന്ത്രം ഉപയോഗിച്ചത്. പക്ഷേ പാകിസ്ഥാൻ ആ ഭാഷ മനസ്സിലായില്ല. അവർക്ക് ആക്രമണത്തിൻ്റെയും മറ്റു ഭാഷകളെ മനസ്സിലാവുള്ളൂ. ആ ഭാഷയിൽ തന്നെ ഇന്ത്യ മറുപടി കൊടുത്തപ്പോൾ ഇപ്പോഴാണ് അവർക്ക് ബുദ്ധി ഉദിച്ചത്. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ ഏറെ വഷളാകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കും. വെടിനിർത്തലിന് പോലും അവരിങ്ങോട്ടാണല്ലോ വന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ ഒരു വിഷയം ഇനിയും ഉയർത്തിക്കൊണ്ട് വരാനായിരിക്കും ഇനിയുള്ള ശ്രമിക്കുക. പക്ഷേ ഇന്ത്യ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാഫിസ് സയ്യിദ് അടക്കമുള്ള 3 കൊടും ഭീകരർ പാകിസ്ഥാനിൽ അവരുടെ സംരക്ഷണയിൽ കഴിയുന്നുണ്ട്. അപ്പോൾ അവരെ ഇങ്ങോട്ട് വിട്ടുകിട്ടുക, അവരെ ഇന്ത്യക്ക് കൈമാറുക. നമുക്കിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു ഭീകരനെ ഇങ്ങോട്ട് വിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ആ മാതൃകയിൽ എന്തുകൊണ്ട് പാകിസ്ഥാനും ഇത് ആയിക്കൂടാ? പാകിസ്ഥാനും അവരുടെ സംരക്ഷണയിൽ അവരുടെ വീട്ടുതടങ്കലിൽ അവരെ പാർപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങ് എത്തിച്ചു തരിക. അതോടെ ഈ ജനങ്ങളെ നിർത്തി ജനങ്ങളുടെ ബുദ്ധിമുട്ട് പറയുന്നതിന് പകരം അവരെ കൊണ്ട് സാധിക്കുന്ന നിസ്സാരമായൊരു സംഗതിയാണല്ലോ ഇത്. അതിനെന്തുകൊണ്ട് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഇന്ത്യ ഇത്തരം വലിയ സമ്മർദ്ദം പാകിസ്ഥാൻ നൽകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം ഭീകരരെ പാകിസ്ഥാൻ തന്നെ വെടിവെച്ച് കൊല്ലുമോ എന്നുള്ളത് കണ്ടു തന്നെ അജ്ഞാതനുണ്ടല്ലോ. അതെ.